ഇന്നത്തെ ആർട്ടിൻ്റെ തീമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബ്രാഞ്ചിലിരിക്കുന്ന ഒരു ബേർഡാണ് കേട്ടോ. അപ്പം അതെന്ന് പറഞ്ഞാൽ വരയ്ക്കാനൊക്കെ സിമ്പിളാണ്. ആദ്യം ഞാനിതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ആ ഒരു ട്രീൻ്റെ ബ്രാഞ്ചുകളൊക്കെ ഒന്ന് വരച്ച് സെറ്റാക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്കിതിൻ്റെ ബ്രാഞ്ച് വരയ്ക്കുക, പിന്നെ അതിൻ്റെ ലീഫൊക്കെ വരയ്ക്കുക കേട്ടോ. പിന്നെ ഇതൊക്കെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബേർഡിനെ വരച്ച് കൊടുക്കാതെ. അപ്പോൾ ഇതാണ് ഞാൻ ഈ ഒരു ബേർഡിനെ വരച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വരച്ച് അതിൻ്റെ ഔട്ട്ലൈനൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി. അപ്പോൾ ബേർഡിനെ വരച്ച് കഴിഞ്ഞിട്ട് ആണ് ഞാൻ അതിൻ്റെ കളറിങ് തുടങ്ങുന്നത്. അപ്പോൾ സാധാരണ ഞാൻ ഡയറക്റ്റ് ബ്രഷ് വെച്ചിട്ടാണ് വരയ്ക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ ഞാൻ ഡയറക്റ്റ് ബ്രഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ ഒരു ആർട്ട് ഫ്ലോപ്പായി പോകുമെന്ന് എനിക്ക് മനസ്സിലായിട്ടോ. കാരണം എന്താ വെച്ചാൽ ചെറിയ ചെറിയ പോർഷൻ അല്ലെങ്കിൽ സീനറി ആർട്ട് അതിൽ മാത്രമേ ഞാനിങ്ങനെ ഡയറക്റ്റ് ബ്രഷ് യൂസ് ചെയ്യാറുള്ളൂ. അല്ലാത്ത ആർട്ടിലൊക്കെ മെയിനായിട്ടും അതിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സീനറി ഒക്കെ ആകുന്ന സമയത്ത് അതിൽ കളർ ബ്ലെൻഡ് ചെയ്ത് പോകാനൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോയിൻ്റ് ബ്രഷ് വെച്ചും ചെയ്യാമല്ലോ. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഷേപ്പൊക്കെ പിന്നെ ബ്രഷ് വെച്ചിട്ട് ആ ഒരു ബേർഡിനൊക്കെ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് പെൻസിൽ കൊണ്ടൊന്ന് ഔട്ട്ലൈൻ വരച്ചത്. പിന്നെ ഇതിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂ കളറാണ്, പിന്നെ യെല്ലോ ആണ് മാക്സിമം അതിൻ്റെ പോർഷനിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ബേർഡിന് ബീക്കിൻ്റെ പോർഷനിൽ യെല്ലോ കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് അതിൻ്റെ ആ ഒരു ബേർഡിൻ്റെ കളറെന്ന് പറഞ്ഞാൽ ബ്ലാക്കും യെല്ലോയും റെഡും ഒക്കെ ചേർന്ന് വരുന്ന ഒരു കളറാണ് ഈ ഒരു ബേർഡിന് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ആർട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളതെന്ന് വെച്ചാൽ ആ ഒരു ബേർഡിൻ്റെ കളറിങ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ലീഫ് പോർഷൻ ആണെങ്കിൽ ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഡാർക്ക് ബ്ലൂ കളറാണ് കേട്ടോ. ഡാർക്ക് ബ്ലൂ കളർ വെച്ചിട്ടാണ് എൻ്റെ ലീഫ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് റെഡ് വെച്ചിട്ട് അതിൻ്റെ ബീക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനതിന് ഷെയ്ഡും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിനകത്ത് ഏതാണോ കളർ അതിലൊന്ന് ബ്ലാക്ക് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അതിൻ്റെ ആ ഒരു ഷെയ്ഡിങ് കൂടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മുടെ ആ ബേർഡിൻ്റെ ആ ഒരു ലെഗ് പോർഷനും കൂടെ ഞാനൊന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തോന്നി അതിൻ്റെ ഇടയ ഭാഗത്ത് ആ ഒരു വൈറ്റ് കൊടുക്കണം തോന്നി. കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.